ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇലകൾ കൊണ്ടൊരു തോരനാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ഇലയാണെന്നുള്ള കാര്യം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങ ഇല തോരനാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോവാം. നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത് കുറച്ച് മുരിങ്ങ ഇല നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉടങ്കല്ലി മുളക്, ജീരകം, സവാള, തേങ്ങ, കരിയപ്പല. ഈ കാണുന്ന ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് കിടുക്കാഴ്ച അടിപൊളി നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. അങ്ങനെ ഗ്യാസ് കത്തിച്ച് അതിലോട്ട് ചെറിയ ഉരുളി വെച്ച് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം മതി കേട്ടോ. നമ്മൾ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത കടുക് നല്ല രീതിയിൽ ഇതേപോലെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ പൊട്ടും കേട്ടോ. പൊട്ടുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് കരിയപ്പല ചേർത്ത് കൊടുക്കുക. ഈ കാണുന്ന കരിയപ്പല ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിടുക, കാരണം കരിയപ്പല ഇടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് എണ്ണ നല്ല തിളച്ച് വരും കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത കടുകും ഈ കരിയേപ്പിലേക്ക് നല്ല തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ തോരൻ ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിട്ട് സവാളയും കരിയേപ്പിലയും കടുകും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ കാണുന്ന പോലെ ഇനി നമ്മൾ മിക്സ് ചെയ്തല്ല, ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് അതിനൊന്ന് വേവിച്ചെടുക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അടച്ചു വെക്കുമ്പോൾ ശകലം കൂടെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള നമുക്ക് രസക്കൂടിലോട്ട് പോയാലോ. അതിനുവേണ്ടി ഒരു ജാർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങ നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് ഏതായാലും മതി. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, ജീരകം. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അടച്ചു വെച്ച ഉള്ളി ഏത് പരുവായെന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ സവാള ഏകദേശമൊക്കെ വെന്തുവരാറായി കേട്ടോ. ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മുരിങ്ങയില ഇടാണ്ട സമയമായി. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാതെ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയിലെല്ലാം ഇതിലോട്ടാക്കി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഇട്ടിരുന്നില്ല ഇതിലിട്ടുന്ന സവാള, അതുപോലെ തന്നെ കരിയേപ്പില, കടുക്, ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലോട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് വേണം ഇനി വീണ്ടും ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലോട്ട് ചൂടുവെള്ളം ആയിക്കോട്ടെ, അല്ലാതെ നോർമൽ വെള്ളമായാലും കുഴപ്പമില്ല, ഇതിലോട്ട് കുറച്ച് വെള്ളം 4 സൈഡുകളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാം. ഇനി നമ്മൾ ഈ അടപ്പൊക്കെ വീണ്ടും ഒന്ന് തുറന്ന് മാറ്റി ഇതിലോട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് അതിലുള്ള ഓരോ മസാലകളും അതിലോട്ട് ചേർന്ന് പിടിക്കുകയും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സി അടച്ചു വെച്ചാൽ നമ്മുടെ രസക്കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം ഈ മസാലക്കൂട്ടും നമ്മൾ നേരത്തെ ഇട്ട മുരിങ്ങയിലയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒരുമിച്ച് കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴൊക്കെ അടച്ചു വെച്ച് വേവിക്കുക അപ്പോഴെല്ലാം തീ ഒന്ന് അല്പം ഒന്ന് കുറച്ച് കൊടുക്കണേ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മുരിങ്ങയില തോരൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഈ മുരിങ്ങയില തോരൻ ചോറിന്റെ കൂടെ ബെസ്റ്റാണ് കേട്ടോ. ഈ തോരൻ മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് സാധനം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായി നമ്മുടെ പേജും കൂടെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.